മരങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനു റോഡരികിൽ മനു നട്ടുവളർത്തിയ ഒരു ഞാവൽ മരം ഇപ്പോൾ പ്രദേശവാസികൾക്കും പക്ഷികൾക്കുമൊക്കെ ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ട്. പത്തനംതിട്ട തുമ്പമണ്ണിലെ മനുവിന്റെ മരം നമുക്കൊന്ന് കാണാം. ഞാവൽപ്പഴം മരം നിറയെ പഴുത്തു നിൽക്കുകയാണ്. ഞാവൽ മരത്തിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ തുമ്പമൺ മുട്ടം സ്വദേശി മനു ജോണിനും സന്തോഷം. 15 വർഷം മുമ്പാണ് മനു റോഡരികിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്. വെറുതെ തൈ നട്ടിട്ട് മനു പൊടി തട്ടിപ്പോയില്ല. ഏറെ കരുതലോടെയാണ് മനു തൈ വളർന്ന് മരമാകുന്ന ഓരോ ഘട്ടത്തിലും പരിപാലനം നടത്തിയത്. 15 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് വൃക്ഷങ്ങളായി പന്തലിച്ച് അനേകർക്ക് തണലാകാൻ ഇടയായിരിക്കുന്നത്. വേലി കെട്ടി സംരക്ഷിച്ച് ആവശ്യമായ സമയങ്ങളിൽ വളവും വെള്ളവും എല്ലാം നൽകി ആണ് ഇതിനെല്ലാം സംരക്ഷിച്ചു കൊണ്ടുവരുന്നത്. പത്തനംതിട്ട പന്തളം റോഡിൽ തുമ്പമൺ കവലയ്ക്ക് സമീപമാണ് എല്ലാവർക്കും തണലായി ഞാവൽ ഉൾപ്പെടെ മനുനട്ട വൃക്ഷങ്ങൾ നിൽക്കുന്നത്. തണലുള്ളതിനാൽ ചെറിയ കച്ചവട സ്ഥാപനങ്ങളും ഇവിടെ വന്നു. ചുമട്ട് തൊഴിലാളികൾ വിശ്രമിക്കാനായി കസേരയിട്ട് ഒരു പ്രത്യേക ഇടം തന്നെ മരത്തണലിൽ തയ്യാറാക്കി. അനേകം കച്ചവടക്കാർ, അതായത് തൊഴിലാളികൾ വിശ്രമിക്കുന്നു, കസേരകളിട്ട് വിശ്രമിക്കുന്നു, ലോട്ടറി കച്ചവടങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഇതിന്റെ ഈ തണലിൽ നടത്തപ്പെടും. ഞാവൽ മരം വലുതായപ്പോൾ കരിങ്കല്ലടുക്കി മനു തറയുണ്ടാക്കിയാണ് സംരക്ഷിച്ചത്. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി ജനങ്ങൾ സേവനം തേടിയെത്തുന്ന പൊതുസ്ഥലങ്ങളിലെല്ലാം മനു വൃക്ഷത്തൈകൾ നടുന്നുണ്ട്. വേനലിൽ കൊടും ചൂടിൽ ഈ ഞാവൽ മരവും മറ്റ് വൃക്ഷങ്ങളും എല്ലാവർക്കും തണലിന് ആശ്രയമായിരുന്നു. നല്ല ഒന്നാന്തരം ഞാവൽപ്പഴം കഴിക്കുകയും ചെയ്യാം, ഒപ്പം മരത്തണലിൽ നിൽക്കുകയും ചെയ്യാം. പത്തനംതിട്ട തുമ്പമണ്ണിലാണ് തണൽ ഒരുക്കി വൃക്ഷങ്ങൾ നിൽക്കുന്നത്. മനുവാണ് ഈ വൃക്ഷത്തൈകളെല്ലാം നട്ടുപിടിപ്പിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ടൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. അപ്പോൾ മരം ഒരു വരമാണെന്നുള്ളത് ബോധ്യപ്പെട്ടതല്ലേ? ഇതുപോലെ വരമാക്കി മാറ്റാൻ നമുക്കും കഴിയും. നമ്മളൊന്ന് മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ.